ഹലോ ഗേസ്, അപ്പോൾ ഇന്ന് വിഷു കഴിഞ്ഞിട്ടുള്ള തലേ ദിവസം എടുത്ത വീഡിയോ ആയിരുന്നത്. ഞങ്ങൾ വെല്ലിച്ചൻ്റെ വീട്ടിലേക്ക് പോവാണ്. വിഷുവിന് പോകാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ടിട്ട് വിഷു കഴിഞ്ഞിട്ട് പിറ്റേന്ന് പോവുകയാണ്. അപ്പോൾ ഞാനും അച്ഛനും ചേച്ചിയും കൂട്ടിയിട്ടാണ് പോകുന്നത്. കുറേ നാൾക്ക് ശേഷം പുറത്തോട്ട് ഇറങ്ങിയാണ്. ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ജനിച്ചു വളർന്നൊക്കെ ഇവിടെ ആയിരുന്നു. ഒരു 8ാം ക്ലാസ് വരെ ഞാൻ ഇവിടെ ആയിരുന്നു ജനിച്ചു വളർന്നിട്ടുണ്ട്. അത് വേറെ വീടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും വെല്ലിച്ചനും വെല്ലിമ്മയും പിന്നെ കസിൻ ചേച്ചിയുടെ കുട്ടികളും വാതിക്കൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന പാടെ തന്നെ ആ പിള്ളേരോട് ഒരു ഹലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി അകത്തോട്ട് കയറുന്നതിന് മുന്നേ തന്നെ സിറ്റ് ഔട്ടിൽ കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നു. അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ അകത്തേക്ക് കയറിയത്. അകത്തോട്ട് കയറിയപ്പോഴേക്കും വെല്ലുമ്മ ഞങ്ങൾക്ക് മാങ്ങ ജ്യൂസ് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ചേട്ടനും എൻ്റെ ഭാവി നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കലേന്നുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് അവരോടും വർത്താനം പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി പുറത്തിരിക്കണായിരുന്നു. ആ കിടക്കുന്നതാണ് കേട്ടോ ചേട്ടൻ. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴും ചേട്ടൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരോടും വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് ഇതായിരുന്നു കേട്ടോ വല്യമ്മ, പിന്നെ മറ്റേത് കുട്ടികൾ. അപ്പോൾ അവരോട് എല്ലാവരോടും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാനുള്ള തിരക്കിലായിരുന്നു. ചേട്ടൻ്റെ കൂട്ടുകാർക്കും പിന്നെ നാത്തൂനും അവരും പോകാനായിട്ട് ഇറങ്ങി. ഒപ്പം ഞങ്ങളും ഇറങ്ങിയായിരുന്നു. ബായ് പറഞ്ഞിറങ്ങി. ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വീടായിരുന്നു കേട്ടോ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വെച്ച വീട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ കളിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. വെക്കേഷനൊക്കെ ആയത് കാരണം. അതിന് ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിക്ക് ഈസ്റ്റർ ആയതുകൊണ്ടിട്ട് തന്നെ മലയാറ്റൂർ പള്ളിയിലേക്ക് മറ്റേ കുരിശ് ചുമന്നുകൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ 2 സെറ്റായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ അവരെയൊക്കെ കണ്ട് അവരുടെയും ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. കാരണം കുരിശ് ചുമന്നുണ്ടായിരുന്നു. അവർ കാൽനടയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീട്ടിലോട്ട് പോയപ്പോഴേക്കും ചേച്ചിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇത്ര നേരം അവിടെ നിന്നിട്ട് എല്ലാവരെയും വിട്ട് പോകുന്നതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.